ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി ഇക്കോ ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ സ്ലൈഡിംഗ് ഡോറ് എൻ്റെ ഹാൻഡിൽ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തുറക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഈ ഹാൻഡിലാണ് പൊട്ടിയേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് തുറക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോർ പാഡ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തോട്ട് നമുക്ക് പോകാം. നമ്മളിപ്പോൾ വണ്ടിക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡോർ പാഡ് വരുന്നത്. വേറെ സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇത് ജസ്റ്റ് ക്ലിപ്പാണ്. അപ്പോൾ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് അഴിക്കേണ്ടത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഹാൻഡിൽ അഴിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഡോർ തുറക്കുന്ന ഹാൻഡിലും അഴിക്കണം. അതിനും വേറെ സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തായിട്ട് ഒരു ലോക്കുണ്ട്. ആ ലോക്ക് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ആ ലോക്ക് നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ളിലാണ് ഈ ഹാൻഡിലിൻ്റെ ഡോർ ലോക്ക് വരുന്നത്. നമ്മുടെ ഈ ടൈപ്പ്, ഈ ഭാഗത്ത് വരുന്ന ടൈപ്പ് ഡോർ ലോക്ക് തന്നെ ആയിരിക്കും അതിനും വരുന്നത്. അപ്പോൾ ഇതിനുള്ളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ആ ലോക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് തട്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചെറിയ മൈനസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഹാൻഡിലിൻ്റെ ലോക്ക് എടുക്കാൻ ഒരു ശകലം പാടായിരിക്കും, കാരണം ഇത് ഉള്ളിലായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലോക്ക് ഊരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഇത് ഇങ്ങനെയാണ് ലോക്കായിട്ട് കിടക്കുന്നത്. ഇങ്ങനെയാണ് ലോക്കായിട്ട് കിടക്കുന്നത്. ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ശകലം അകത്ത് വെച്ചിട്ട് തട്ടിക്കഴിഞ്ഞാൽ ഈ ലോക്ക് താഴോട്ട് ഒരു സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടുത്തെ ലോക്ക് നമുക്ക് ഊരിയെടുക്കേണ്ടത്. അത് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനുള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ലോക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ജസ്റ്റ് ഗ്ലാസ് ഒന്ന് പൊക്കിയിട്ട് മൈനസ് കൊണ്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്കും സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ആ സെയിം ടൈപ്പ് ലോക്ക് തന്നെയായിരിക്കും വരുന്നത്. ഇതും ഇതേപോലെ തന്നെ ഇതിനുള്ളിലോട്ട് അറ്റാച്ചായിട്ട് കിടക്കുന്ന ടൈപ്പ് ലോക്കാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡോർ പാഡാണ് അയച്ചെടുക്കേണ്ടത്. അത് അയച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഇതേപോലെ ക്ലിപ്പിംഗ് ടൈപ്പാണ് വരുന്നത്. അങ്ങനെ ചുറ്റിനുള്ള ലോക്ക് അഴിച്ചെടുത്ത് നമുക്ക് ഡോർ പാഡ് ഊരിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഡോർ പാഡ് ഊരിയെടുത്തിട്ടുണ്ട്. ഇമാതിരിയുള്ള ക്ലിപ്പുകളാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഒരു ക്ലിപ്പ് ഇതേ തന്നെ ഇരിപ്പുണ്ട്. അത് നമുക്ക് ഊരിയിട്ട് ഇതിലോട്ട് കയറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയാണ് കയറ്റി വെക്കുന്നത്. ഇത് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഊരിയെടുക്കാം. ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് ഇരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ക്ലിപ്പാണ് ഇതിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഡോർ പാഡ് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി കവറ് ഇങ്ങോട്ട് അഴിച്ചെടുക്കണം. ഇത് ഓൾറെഡി നേരത്തെ ആരോ അഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഈ കവർ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഇതാണ്. ഇതിൻ്റെ ഡോർ ഹാൻഡിലിൻ്റെ ഒരു 10-ൻ്റെ നട്ട് വരുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന ഇതിനകത്ത് കാണുന്നതാണ് ഒരു 10-ൻ്റെ നട്ട് വരുന്നത്. അപ്പോൾ ആ 2 10-ൻ്റെ നട്ട് അഴിക്കണം. ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ആ 2 10-ൻ്റെ നട്ട് അഴിച്ചിട്ട് ഈ നോബ് നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഊരിയെടുക്കാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി വരും. അതിനുശേഷം ഇതിനെ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേബിൾ അകത്തോട്ട് പോയി കിടക്കും. ഇനി നമുക്ക് ഈ നട്ട് അഴിക്കണം. അതുപോലെ തന്നെ ഈ നട്ട് അഴിച്ചിട്ട് ഡോർ ഹാൻഡിൽ ഊരിയെടുക്കാം. ഈ 2 നട്ടാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിലിന് വരുന്നത്. ഒന്ന് ഈ ഭാഗത്ത് വരുന്നത് നമ്മൾ കാണിച്ച പോലെ ഈ ഭാഗത്ത് രണ്ടും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ അതുപോലെ ഇത് വരുന്നത് ഈ ഡോർ ഹാൻഡിൽ ഇവിടെ വരുന്ന പീസാണ്. അത് ഓൾറെഡി പൊട്ടി പോയേക്കുകയാണ്, കാരണം അത് നട്ടഴിച്ചപ്പോൾ തന്നെ ഇത് താഴോട്ട് വീണു. അപ്പോൾ ഇനി നമുക്ക് ഡോർ ഹാൻഡിൽ അങ്ങോട്ട് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഡോർ ഹാൻഡിൽ ഇങ്ങോട്ട് ഊരിയെടുക്കാം. ഇനി നമുക്ക് പുതിയ ഡോർ ഹാൻഡിൽ ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ പുതിയ ഡോർ ഹാൻഡിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുവഴി കയറ്റി വെക്കാം. കയറ്റി ചെയ്യുമ്പോൾ ഒരു ശകലം പാടായിരിക്കും. കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ഒരു ഗ്രൂ അകത്ത് കയറുന്ന രീതിയിൽ വേണം കയറ്റി വെക്കാനായിട്ട്. ഓക്കെ, എന്തായാലും നമുക്കിത് കയറ്റി വെക്കാം. ഇപ്പോൾ താഴത്തെ ഹോളിൽ വീണിട്ടുണ്ട്, അതുപോലെ തന്നെ മേളത്തെ ഹോളിലും വീണിട്ടുണ്ട്. ഇനി നമുക്ക് ആ നട്ട് രണ്ടും ടൈറ്റ് ചെയ്യാം.
നമ്മളിപ്പോൾ ഈ മുകളിലത്തെ നെട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ താഴത്തെ നെട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓവർ ടൈറ്റ് ചെയ്തത് കാരണം പ്ലാസ്റ്റിക്കിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാൻഡിൽ പൊട്ടി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കേബിളാണ് എടുത്തിടേണ്ടത്. കേബിൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി അത് ലോക്ക് കറക്റ്റായിട്ട് എടുത്തിടാം. ഇങ്ങനെയാണ് ഇത് തുറക്കുന്നത്. അപ്പോൾ അത് എടുത്തിടാനായിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഇതിനുള്ളിൽ കയറ്റിയിടുക. അതിനുശേഷം നേരെ മേളിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം ഇത് വലിച്ചിട്ട് ഈ ലോക്കയിലോട്ട് കയറ്റി വെക്കുക. ഇനി നമുക്ക് പുറത്തുനിന്ന് ഡോറൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് തുറന്നേ, അടച്ചേ. ഡോർ തുറക്കുമ്പോൾ ഈ കേബിള് ഇങ്ങോട്ട് വലിയുന്നതുകൊണ്ടാണ് ഡോറ്. ഈ കേബിൾ ഇവിടെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്നുകൂടെ തുറന്നേ, ഒന്നുകൂടെ അടച്ചിട്ട് തുറന്നേ, അടച്ചേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ കയറിയിരുന്ന ലോക്ക് ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡോർ പാഡിൽ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കത് ഫിറ്റ് ചെയ്യാനായിട്ട് സിമ്പിൾ തന്നെയാണ്. ജസ്റ്റ് ഈ ഹോളിൽ കയറ്റി വെക്കുക. അതിനുശേഷം ഇങ്ങോട്ട് വലിച്ചിടുക. ഇനി നമുക്ക് ഡോർ പാഡ് ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഡോർ ഫ്ലാപ്പും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒന്ന് ഗ്ലാസിൻ്റെയും അതുപോലെ തന്നെ ലോക്കിൻ്റെയും കൊടുക്കാനുണ്ട്. അത് നമുക്ക് ഇനി കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് ലോക്ക് സെറ്റ് ചെയ്യാം. ലോക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആംഗിളിലാണ് ഇതിൻ്റെ ലോക്ക് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് മുകളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് മുകളിലോട്ട് വെക്കുക, പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഫിറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്ലാസിൻ്റെ ഹാൻഡിലാണ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി അതും അതേപോലെ തന്നെ ലോക്ക് സെറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കപ്പ് ഇങ്ങനെയാണ് വരുന്നത്. കപ്പ് കൊടുത്തതിന് ശേഷം ഡോർ ഹാൻഡിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക, കയറ്റിയിടുക. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തുനിന്ന് ഡോറ് തുറന്നു നോക്കാം. നമുക്കിത് പുറത്തുനിന്ന് തുറന്നു നോക്കാം. തുറക്കുന്നുണ്ട്, അതുപോലെ തന്നെ അടയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മാരുതി സുസുക്കി ഇക്കോയുടെ ഔട്ടർ ഡോർ ഹാൻഡിൽ നമ്മൾ എങ്ങനെയാണ് മാറുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് ഒത്തിരി ഫോഴ്സ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് തുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡോർ ഹാൻഡിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.